മഹാബലി അതെ നല്ല സുന്ദര കുട്ടനായിട്ട് വന്ന് നിൽക്കുക. ഒരു ഇച്ചിരി വൃത്തിയിലും വെടുപ്പിലും വന്ന് നിൽക്കണ്ടേ? ഓണമല്ല, ഈ കടക്കകത്ത് വല്ല ആൾക്കാർ കയറണമെങ്കിൽ നീ ഇവിടെ നിന്നാ പോരാ, വെളിയിലേക്ക് ഇറങ്ങി ആൾക്കാരെ ചൂണ്ടയിട്ട് കടക്കകത്തോട്ട് കേറ്റണം. എന്നാ ചൂണ്ട നൂലും ഈറയും പുഴുവും വേണം. എന്തിനാ? ചൂണ്ടിട്ട് പിടിക്കാൻ. എന്റെ പൊന്നു സഹോദരൻ, നീ വെളിയിലേക്ക് ഇറങ്ങി ആൾക്കാരോട് വളരെ സ്നേഹത്തോടെ ചിരിച്ചു കാണിച്ച് ആൾക്കാരെ കടക്കകത്തോട്ട് കയറ്റിയാൽ മതി. എന്റെ പൊന്നു മുതലാളി, ഞാൻ ഈ വേഷത്തിൽ പോയി കടയുടെ പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറില്ല. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ വല്ല സിനിമാ നടിമാരും വന്ന് നിൽക്കണം. സിനിമാ നടിമാരുടെ പേര് നീ പറഞ്ഞു പോരും. കഴിഞ്ഞ ഓണത്തിന് ആ പടിഞ്ഞാറെ നടയില് ഞാനൊരു ടെക്സ്റ്റൈൽസ് ഓപ്പൺ ചെയ്തു. കടയ്ക്ക് ഞാൻ പേരിട്ടു സണ്ണി ലിയോൺ. ഒരു മനുഷ്യൻ കടയിൽ കയറിയില്ല. ആൾക്കാർ വിചാരിച്ചു തുണിയില്ലാത്ത കടയാണ്. അതുകൊണ്ട് അന്ന് തന്നെ കട മുട്ടലി വന്നു. എടാ, ഇന്ന് ഓണമാണ്. നീ ആ വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാരോട് പറയണം, ഓ മാളൂരെ, ഇന്ന് ഓണമാണ്, സമ്പദ് സമൃദ്ധിയുടെ നാളാണ്. അതൊന്നും നീ പറയാവോ? ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കാണിച്ചത്? ആദ്യമേ ഇങ്ങ് വന്നിട്ട് ഓ മാളൂരെ, ഇതാണോ ഇത് സാധനമല്ലേ? അതെ, നോക്കട്ടെ. ഇങ്ങനെ പറയണം, സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിവസമാണ്. സമ്പത്തിന്റെയും സുരേഷിന്റെയും ദിവസമാണ്. അതോ സമ്പത്തോ? സമ്പത്ത് സുരേഷ് ആരാ? എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാ. അവര് നാളെ ഇറാഖിന് പോവാ. അവര് പൊതിഞ്ഞു കെട്ടി നിന്നെ ഞാൻ ഇറാഖിന് കയറ്റി വിടും. ഞാൻ പൊളിക്കും. അയ്യോ, ഞാൻ പുറത്തു പോയി നോക്കട്ടെ മോലാളി. പുറത്തു പോയി നോക്കട്ടെ. എന്തെങ്കിലും പുറത്തേക്ക് പൊക്കോ? അങ്ങോട്ട് പോകും. രണ്ട് കസ്റ്റമർ വരുന്നുണ്ട്. ഞാൻ സ്റ്റൈലായിട്ട് ഓളക്കയിൽ നീരാടി ഓലത്തുമ്പിൽ ചാഞ്ചാടി ഓളക്കയിൽ നീരാടി. എക്സ്ക്യൂസ് മീ സർ. എന്റെ കട കണ്ടോ? എന്ത് നല്ല മനോഹരമായ കടയാണ്. കട ഇഷ്ടപ്പെട്ടു. അതെ ചേട്ടാ, ഈ ഓണമായിട്ടെ അതെ നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓണം അടിച്ച് പൊളിക്കണം. ഓരോ ദിവസം ഓരോരോ സ്റ്റൈലിലുള്ള, ഓരോ ദിവസം ഓരോ വെറൈറ്റി അടിക്കണം. നിങ്ങൾക്ക് എന്ത് വെറൈറ്റി വേണമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഉത്രാടത്തിന്റെ അന്ന് പത്രാസ് ഉള്ള ഒരു സാധനം. ഉത്രാടത്തിന്റെ അന്ന് പത്രാസ് ഉള്ള ഒരു സാധനം എടുത്ത് മാറ്റി വെക്കാം. ഉത്രാടത്തിന്റെ പത്രാസ്. പിന്നെ നമുക്ക് അവിട്ടത്തിന്റെ അന്ന് എന്താ? അവിട്ടത്തിന്റെ അന്ന് നമുക്ക് തവിട്ട് കളറുള്ള ഒരു ഡ്രസ് വേണം. അവിട്ടത്തിന്റെ അന്ന് തവിട്ട് കളറുള്ള ഡ്രസ് എടുത്തോണ്ട് വരണം. ചേട്ടാ, ചതയത്തിന് എന്തെടുക്കും? ചതയത്തിന്റെ അന്ന് എന്താ? ചതയത്തിന് എന്തെങ്കിലും ചതഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ. അങ്ങനെയാണ് ചതഞ്ഞ ഇതുപോലെ ചുക്കി ചുളുങ്ങിയ എന്തെങ്കിലും വസ്ത്രം. നമുക്ക് തിരുവോണത്തിന് എന്ത് വേണം ചേട്ടാ? തിരുവോണത്തിന്റെ ഡ്രസ് വേണ്ട. അന്ന് ഡ്രസ് വേണ്ട. തിരുവോണത്തിന്റെ ഡ്രസ് വേണ്ട. തിരുവോണത്തിന്റെ അന്ന് നിങ്ങൾ പിറന്നപടി നിൽക്കാനാണ്. അതല്ല. അയ്യോ, അതല്ല. തിരുവോണത്തിന്റെ അന്നേ നമുക്ക് ഒറിജിനൽ കസവ് വേണം. ഒറിജിനൽ കസവായിട്ടുള്ള കളർഫുൾ വേണ്ട. തിരുവോണത്തിന്റെ അന്ന് സെറ്റ് സാരി. എനിക്ക് സെറ്റ് സാരി. ഇവിടെ പാന്റും ഷർട്ടും അല്ലെ മുണ്ടും ഷർട്ടും. അത് മതി. കേരളീയ വേഷം മതി. കളർഫുൾ വേണ്ട. പിന്നെ ഒരു പാന്റും കൂടെ എടുത്തു. പാന്റ് വേണം. പാന്റ് ഉണ്ടല്ലോ. പാന്റ് ഉണ്ട്. നിങ്ങളുടെ അളവൊന്നും എടുക്കണം. വേസ്റ്റ് എടുക്കണം. അത് 36 ആണ്. 36 ആണ്. 36 ആണ്. പക്ഷേ ഓണം ആയതുകൊണ്ട് എനിക്ക് 37 വേണം. അത് പ്രഥമൻ അടിക്കും തള്ളി വരും. ഇവനെ എവിടെ പോകുന്നു ഇതിന്റെ ഇടയ്ക്ക്? പാന്റ് എന്താ ചേട്ടാ? ഹലോ, നമ്മുടെ കസ്റ്റമർ രീതിയിലാണ് നിങ്ങൾ വന്ന് അവര് സംസാരിക്കുന്നത്. എന്തായത്? അല്ല, എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം. ആരാ? എന്റെ കടയിൽ പലരും വരും. അതൊന്നും അന്വേഷിക്കാനുള്ള നിന്റെ ജോലി. ഞാൻ എവിടെയോ കണ്ട് നല്ല. എന്തോ ചേട്ടാ ഇത്? ഞങ്ങള് സമാധാനത്തോടെ ഡ്രസ് എടുത്തോട്ടെ. ശരി, പോ. പ്ലീസ്, ഇപ്പൊ പോ. ദൈവത്തോർത്ത് നീ പോ. അതെ, അയാളുടെ വല്ലാത്തൊരു നോട്ടം കേട്ടോ. മേഡത്തെ കണ്ട ആരും നോക്കി പോകും മേഡം. അത്രയ്ക്ക് സുന്ദരിയല്ലേ? ആണോ? അത്രയ്ക്ക് സുന്ദരിയാ. പിന്നെ വരുന്നു. എന്താണ് ഇത് ഇയാള്? എന്താടോ? ആ കണ്ണട ഒന്ന് വരെ. ആ കണ്ണട ഒന്ന് ഒരു മാറ്റ്. എന്തിനാ കണ്ണാടി ഒരു മാറ്റ്? കണ്ണട ഒന്ന് ഒരു മാറ്റ്. അവളെ എന്റെ ഭാര്യയാണ്. അവള് കണ്ണട ഒരു മാറ്റണം എന്നുണ്ടെങ്കിൽ അവൾ എന്റെ അടുത്ത് പറയും. എടാ, നിന്റെ ഭാര്യയുടെ കണ്ണട നിന്റെ വീട്ടിൽ പോയി ഒരു മാറ്റ്. കണ്ണൂർ ഞാനിവിടെ ഭർത്താവായിട്ടിരിക്കുമ്പോ നീ കയറി അധികാരം കാണിക്കും. കണ്ണട ഊരി. തനിക്ക് എന്ത് കാര്യമുള്ളൂ എന്റെ ഭർത്താവിനെ അടിക്കാനായിട്ട്? എടി സുമ, ഞാൻ നിന്റെ ഭർത്താവാടി സുരേഷ്. ഞാൻ ഈ മുടി താടി വെച്ചോടിക്കും മനസ്സിലാവാത്തത്. ആ മുടിയൊന്നെടുത്ത്. അയ്യോ സുരേഷ് ഏട്ടൻ, നീ എന്നെ ചതിക്കാറില്ലേ? കണ്ടവന്റെ കൂടെ നിരങ്ങി നടക്കാനല്ല നീ ടെക്സ്റ്റൈൽസ് തോറും. അങ്ങനെയാണെങ്കിലേ ഞാനല്ല, സുരേഷ് ഏട്ടൻ എന്നെ ചതിച്ചത്. സുരേഷ് ഏട്ടൻ ചെന്നൈക്ക് പോവാന്നല്ലേ പറഞ്ഞത്? 7 ദിവസം കഴിഞ്ഞ് വരുള്ളൂന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ താടി മുടിയൊക്കെ വെച്ചിട്ട് ഈ കടയുടെ ഫ്രണ്ട് വന്നിരുന്നത്? അപ്പൊ ശരിക്കും ഇയാളല്ലേ എന്നെ ചതിച്ചത്? ഈ കുട്ടിയുടെ ഭാഗത്താണ് ന്യായം. എന്തുവാ സോമേട്ടാ തെറിച്ചു പോയത്? അത് പോപ്കോൺ അല്ലേ? പോപ്കോൺ അല്ല, എന്നെ അണപ്പല്ലാതെ എന്റെ ഓണസദ്യയുടെ കാര്യത്തിൽ തീരുമാനമായി.